തുടർച്ചയായ 10ാം ദിവസവും അമേരിക്ക ഇറാൻ സംഘർഷം തുടരുകയാണ്. കുവൈറ്റിന്റെ വൈദ്യുതി ജല പ്ലാന്റിന് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും ഇറാൻ പ്രത്യാക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. അതേസമയം ചെങ്കടലിൽ സൗദി അറേബ്യക്കെതിരെ ഹൂതി വിമതർ ഉപരോധം പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, 10ാം ദിവസമാണ് അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനിലേക്കും ഒപ്പം ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് മേഖലയിലേക്കും ഉണ്ടാകുന്നത്. ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ആക്രമണം ഒന്ന് കടുപ്പിച്ചതിന് ശേഷം പിൻവാങ്ങുന്ന സമീപനമാണ് കുറേ നാളായി ട്രംപ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ യാതൊരു അയവുമില്ലാതെ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? രേണുക, ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഊർജ്ജ മേഖലയിൽ തന്നെയാണ്. ഇറാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൂതി വിമതർ കൂടി ഈ സംഘർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ചെങ്കടലിൽ സൗദി അറേബ്യക്കെതിരെയാണ് ഹൂതി വിമതർ നിലവിൽ അവരുടെ ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഉപരോധം കൂടി നിലവിൽ വന്നതോടുകൂടി ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില നിലവിൽ $90 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള വിവരമുണ്ട്. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 2 കപ്പലുകളെ ആക്രമിച്ചതായിട്ട് IRGC പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഒരു കപ്പൽ കൂടി ഒമാൻ തീരത്തുകൂടി കടന്നു പോകാൻ ശ്രമിക്കുകയായിരുന്ന ഒരു കപ്പൽ കൂടി ആക്രമിക്കപ്പെട്ടതായിട്ട് UK മാരിടൈം ട്രേഡ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോഴും സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കുറച്ചു മുമ്പെയാണ് കുവൈറ്റിന്റെ ഒരു ഊർജ അതുപോലെ തന്നെ ജല പ്ലാന്റ് ഫെസിലിറ്റിക്ക് നേരെ ഇറാന്റെ ഭാഗമായിട്ട് ആക്രമണം ഉണ്ടായത്. ഇറാനിലെ ഒരു ജല പ്ലാന്റിന് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ശുദ്ധജല പ്ലാന്റ് തകർന്ന് ഏതാണ്ട് 10,000 പേരോളം ഈ ശുദ്ധജല ദൗർലഭ്യം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതായിട്ട് ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനുശേഷം കുവൈറ്റിന്റെ ഈ ജല പ്ലാന്റിന് നേരെ ഇതിനു മുൻപേയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അവിടെ ചില കെട്ടിടങ്ങൾക്കടക്കം നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബഹ്റൈന് നേരെയും ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ ഉണ്ടായി. ഇന്ന് നിരവധി തവണ അവിടെ മുന്നറിയിപ്പ് സൈറനുകൾ ഉൾപ്പെടെ മുഴക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിനിടെ പെന്റഗണിന്റെ ഒരു റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ 7-ാം തീയതി മുതൽ US-ലെ ഈ സൈനികർക്ക് പരിക്കേറ്റ ചില കണക്കുകളാണ്. ഏതാണ്ട് ജൂലൈ 7 മുതൽ 100ഓളം US സൈനികർക്ക് പരിക്കേറ്റതായിട്ടാണ് പെന്റഗൺ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട്. അതായത് ഇറാന്റെ ആക്രമണത്തിൽ US-നും കനത്ത ഒരു നാശനഷ്ടങ്ങൾ മേഖലയിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തിരിച്ചടികൾ US-നും ഏൽക്കേണ്ടി വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് പെന്റഗണിന്റെ ഭാഗത്തു നിന്നുള്ള ഈ റിപ്പോർട്ട്. അതുമാത്രമല്ല, പെന്റഗണിന്റെ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ ഒരു രഹസ്യ ഉദ്യോഗസ്ഥ ലെവൽ മീറ്റിംഗിൽ ഇപ്പോൾ US-ന് ഇറാനെ ആക്രമിക്കാൻ തക്കവണ്ണമുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരം നിലവിൽ പശ്ചിമേഷ്യയിൽ ഇല്ല എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് എന്നാൽ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളാണ്. ഇതിനിടെ US-ന്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സെറ്റ് ഇന്ന് US-ന്റെ ലോ മേക്കേഴ്സ് കോൺഗ്രസിൽ ഹാജരാകും എന്നുള്ള വിവരങ്ങളുണ്ട്. ഇദ്ദേഹം ആ മീറ്റിംഗിൽ ഹാജരാകുന്നതോടുകൂടെ യുദ്ധത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അമേരിക്കയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടുതൽ വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംഘർഷം കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഇനിയൊരു അമേരിക്കൻ സൈനികന് കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീക്കളിയായി മാറും എന്നതാണ് ട്രംപിന്റെ ഇറാനോടുള്ള ഭീഷണി. ജോർദാനിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കിയത്. മാത്രവുമല്ല, നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ ഹൂതികൾ ഉപരോധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ചരക്ക് നീക്കം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. എണ്ണവില കൂടാനുള്ള സാഹചര്യമാണ്. എന്തായാലും ഹൂതികളുടെ ഈ ആരോപണം സൗദി അറേബ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾക്കല്ല സൗദി ശ്രമിക്കുന്നത് എന്നതാണ് അവർ ഔദ്യോഗികമായി തന്നെ ആ പ്രശ്നത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ നിലപാട് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സ്വരവും സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആകെ കലുഷിതമാണ് പശ്ചിമേഷ്യൻ സാഹചര്യം. 10ാം ദിവസവും യാതൊരു അയവുമില്ലാതെ അത് തുടരുന്നു. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.